ആ യേശു ഇന്ന് പകൽക്കാലം നിന്നെ സ്നേഹിക്കുന്നു. ആ യേശു ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ആ യേശു നിന്റെ പാപത്തെ വിടുവിക്കുകയാണ്. നീ എത്ര വലിയ പാപിയാണെങ്കിലും, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തെ കഴുകി നിന്നെ ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ യേശുവിലേക്ക് കടന്നു വരുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. മറിച്ച് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ സന്ദേശം ഉച്ചഭാഷയിലൂടെ ഇവിടെ മാറുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യമുണ്ട്. പല ഭവനത്തിൽ വ്യത്യസ്തമായ അനുഭവത്തിൽ വ്യത്യസ്തമായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് പല ജില്ലകളിലുള്ള ഞങ്ങൾക്ക് ഒരുമിച്ചുകൂടി ഈ സന്ദേശം ഈ പട്ടാപ്പകൽ ദേശത്തോട് കൈമാറുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതിന്റെ കാര്യമെന്നറിയാമോ? ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെ, ഈ പാവത്തിന്റെ അവസ്ഥയിലൂടെ ജീവിതം നയിച്ചു കൂട്ടിയ ഞങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ നിസ്സീമമായ സ്നേഹം കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങൾക്കന്ന് സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി. ചില ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു, സമാധാനമില്ലാത്ത വീടിന്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു, സ്വസ്ഥതയില്ലാത്ത ചില ഭവനത്തിന്റെ അകത്തളങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഞങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവസ്നേഹമാണ് ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത്. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് അവനെ വിട്ട് മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദേശത്തുള്ള ദേശനിവാസികളെ, വീട്ടിനകത്തായിരുന്നാലും വഴിയോരങ്ങളിലായിരുന്നാലും കടത്തങ്ങളിലായിരുന്നാലും വരാന്തയിലായിരുന്നാലും ടെറസിന്റെ മേലിലായിരുന്നാലും നീ എവിടെ ആയിരുന്നാലും നിന്നെ തേടി വരുന്ന ഒരു ദൈവകൃപയുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നീ പറയും, എന്റെ വീട്ടുകാരനെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ കൂടപ്പുറപ്പുകൾ എനിക്ക് വിരോധമായിരിക്കുന്നു, എന്റെ മക്കൾ എനിക്ക് വിരോധമായിരിക്കുന്നു, ആരുമില്ല, എനിക്കാരുമില്ലെന്ന് നീ പറയുന്നെങ്കിൽ, ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത്. യേശു നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഈ സന്ദേശത്തിലൂടെ ഈ ദേശത്തോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. നമ്മുടെ യൗവനപ്രായക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, 16, 17, 18 വയസ്സ് പ്രായമുള്ള നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞിടയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയുണ്ട്. മൂക്കത്ത് കൈവച്ച് അയ്യോ ഇതെന്റെ കുഞ്ഞാണെന്ന് പോലും മാതാക്കൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള മൃഗീയ സ്വഭാവങ്ങൾ കടിമപ്പെട്ട അതൊരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമോ, എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് യേശു ക്രിസ്തു കാൽവരിയുടെ കുലത്തലങ്ങളിലേക്ക് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനാകുവാൻ കടന്നു പോകുമ്പോൾ, ചാട്ടമാറിന്റെ അടികൊണ്ട് വീണും പൊങ്ങിയും മരക്കുരിശ് തോളിൽ ചുമന്നു കൊണ്ടുപോകുമ്പോൾ യേശു ക്രിസ്തു കടന്നു വരുന്ന ആ കാഴ്ച കണ്ടിട്ട് അവനെ കണ്ടുകൊണ്ട് കരഞ്ഞ സ്ത്രീകളോട് യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുവീൻ. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാ. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവാസനമായെന്ന് ഇന്നത്തെ ഒരുക്കങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാ. എന്താ ഒരുക്കങ്ങളുടെ പ്രത്യേകത? ഒന്ന് മതപരമായ ഒരുക്കം, രാഷ്ട്രീയപരമായ ഒരുക്കം, സാംസ്കാരികപരമായ ഒരുക്കങ്ങളൊക്കെ മാനുഷികമായ കണ്ണുകൾക്ക് മുമ്പിൽ നാം വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ നാം ഏറ്റവും കരയേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്.